അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആണാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ ആണ് എന്നാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ അച്ഛൻ പറയുന്നത്. എറോൺ മസ്ക്, നമുക്കറിയാം ഇലോൺ മസ്കിനെ പറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എറോൺ മസ്ക് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള വിവാദ പരാമർശവുമായി വന്നിരിക്കുകയാണ്. എന്താണ് പ്രഥമേഷിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ US മുൻ പ്രസിഡന്റിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രഥമ വനിതയായിരുന്ന മിഷേലിനെ പറ്റിയുമാണ് ഇത്ര ഒരു വാദമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒബാമയ്ക്കാണെങ്കിൽ ഒബാമ എന്ന് പറയുന്നത് വളരെ നല്ലൊരു നേതാവായിരുന്നു, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരുന്നു. US എന്ന് മാത്രമല്ല ബാക്കി ഗ്ലോബൽ രാജ്യങ്ങളിലാണെങ്കിൽ കൂടി ഒബാമയുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരം ഒരു പ്രസ്താവനകളായിട്ട് വരുന്നത്. കാരണം ഈ ഒരു നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ അധികം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഈ ജെൻഡർ സെക്ഷുവാലിറ്റി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു സാധാരണമായി എടുത്തു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരു US പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയും ഇത്തരം ഒരു ഉറപ്പില്ലാത്ത ഒരു കാരണം ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. താനത് കണ്ടു അല്ലെങ്കിൽ താനിത് കണ്ടു എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ജോഷി റൂബിൻ എന്നൊരാളുടെ വൈഡ് അവേക്ക് ബ്രോഡ്കാസ്റ്റ് എന്നൊരു ചാനലിൽ കൊടുത്ത ഒരു ബ്രോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അല്ലേ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അമേരിക്കയിലെ മുൻ പ്രഥമ വനിതയായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടത് തീർത്തും തെറ്റായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ഉണ്ടാകണം. അദ്ദേഹം അതിനായിട്ട് സാധൂകരിച്ച് പറയുന്നത് ഒബാമയുടെ ഭാര്യയുമായിട്ടുള്ള മിഷേൽ ഒബാമ അവർ യോഗയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഭാഗത്ത് മുഴച്ചു നിൽക്കുന്നത് കാണാം, 9 ഇഞ്ച് നീളമുള്ള മുഴയൊക്കെ കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു തെളിവ് വേണ്ടേ? അതെ, അദ്ദേഹം വലിയ സൂക്ഷ്മദർശിനി മോഡൽ എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കുന്ന ആളായിരുന്നു എന്ന് തന്നെയുള്ള തെളിവാണിത്. ഒരാൾ സ്വയമേ വന്നിട്ട് എൻ്റെ ജെൻഡർ ഇതാണ് എന്ന് പറയാത്തത്തോളം കാലം നമുക്ക് വേറെ ആളെ പറ്റി പോയി പറയാൻ പറ്റില്ല. അതും ബാക്കി സാധാരണ പോലെയല്ല, അവരൊരു പ്രഥമ വനിതയായിരുന്നു, അല്ലെങ്കിൽ US നയിച്ച ഒരു ഒബാമയുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഒബാമയെ തന്നെ അദ്ദേഹം ഭിന്നലിംഗക്കാരൻ എന്നാണ് വിളിക്കുന്നത്. അതെ, ഒബാമ സ്വർഗ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ട്രംപ് അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇനി മുതലുള്ള ട്രാൻസ് ആരും ഇല്ല, മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ജെൻഡർ മാത്രമേ ഉള്ളൂ, അത് മതി എന്ന് പറഞ്ഞു വെച്ചിരുന്ന സാഹചര്യത്തിലാണ് അത് തന്നെ ഓളം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ മുൻ പ്രസിഡന്റും ഭാര്യയും പറ്റി ഇദ്ദേഹം ഇങ്ങനെ ഒരു വർത്തമാനമായിട്ട് വരുന്നത്. പക്ഷെ ഇതിനൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇദ്ദേഹത്തിന്റെ മകനെ പറ്റിയും മകന്റെ ഫാമിലിയിലെ ഓരോ ആൾക്കാരുടെയും ജെൻഡറിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. മകൻ സുവർഗാനുരാഗിയാണ്, ഭാര്യ ലെസ്ബിയൻ ആണ്, ഇദ്ദേഹം അയാളുടെ മോൻ ഗേ ആണ്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഓരോ ആൾക്കാരെയും പിടിച്ച് ബാക്കിയുള്ളവർ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അവരവരുടെ നിരീക്ഷണ പാഠങ്ങളും ഇങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും പറയുന്നുണ്ട്. തന്റെ മകൻ നല്ലൊരു അച്ഛനല്ല, തന്റെ മക്കളെ ഒന്നും കൃത്യമായിട്ട് നോക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് മകനെയും വിമർശിക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ വിമർശിക്കുന്നത് നല്ലതാണ്, കാരണം അദ്ദേഹത്തിന് അറിയായിരിക്കാം സ്വന്തം മകൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വന്തം ബാക്കിയുള്ള കൊച്ചുമക്കൾ എങ്ങനെയാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി എങ്ങനെയായിരിക്കും ഒരു പോഡ്കാസ്റ്റ് പരിപാടിയിലേക്ക് വന്നിരുന്നിട്ട് മുൻ US പ്രസിഡന്റ് ആയിരുന്നു ഒബാമ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം അത് ന്യായീകരിക്കാനായിട്ട് പറയുന്നത് ഒബാമ സ്വർഗ അനുരാഗിയാണെന്ന് 2014 ഹാസ്യനടൻ ജോൺ റിവേഴ്സ് എന്ന ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത് അമേരിക്കൻ സിനിമയിലെ ഒരു ഹാസ്യ നടനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ ആരോ കൊലപ്പെടുത്തിയിട്ടാണ് പിന്നീട് നമുക്ക് ആ വിവരം അറിയാൻ കഴിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ അത് പറഞ്ഞത് ഇനി നാളെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മരിച്ചതാകാം എന്നൊരു ഇതിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അത് നല്ലൊരു കണ്ടെത്തലാണ്. അദ്ദേഹം എന്ത് കാര്യത്തിന്റെ പേരിൽ ബാക്കിയാണോ ഇത് പറഞ്ഞെന്ന് നമുക്കറിയില്ല. ഈ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ, അദ്ദേഹം ഒബാമയെ പറ്റി ഇത്തരം ഒരു പരാമർശം നടത്തി എന്നുള്ളത്. ഇതിന്റെ ആൾക്കാർക്ക് ഇപ്പോഴും അതൊരു വെളിച്ചം കണ്ടിട്ടില്ല, എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഒബാമയെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാനാണോ അത് പരാമർശിച്ചത്? ഇത് വേറൊന്നുമല്ല, പുള്ളി ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പം ഒബാമയുടെ ഭാര്യ യോഗ ചെയ്യുന്ന കണ്ടു കാണും. അപ്പോൾ അവിടെ എന്തോ മുഴ ശ്രദ്ധിച്ച് അദ്ദേഹം ഒബാമയുടെ ഭാര്യ ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പിട്ട് അതിന് വലിയ തെളിവുകളൊന്നും ഇല്ല. അത് അതിനെ തന്നെ അറിഞ്ഞിട്ടുണ്ടോന്ന് പോലും അറിയില്ല, അതാണ് പ്രത്യേകത. ഇദ്ദേഹം പറഞ്ഞപ്പോഴായിരിക്കും അവരത് അറിഞ്ഞത്. ഒബാമയ്ക്ക് 2 മക്കളൊക്കെ ഉണ്ട്.
അതെങ്കിലും അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു. ഇനി ചിലപ്പോൾ അതിന്റെ ബാക്കി എക്സ്പ്ലനേഷനുമായിട്ട് ഇദ്ദേഹം വരുമായിരിക്കും. കുട്ടികൾ അവരുടെ അല്ല, അവർ രണ്ടുപേരും 2 വിഭാഗക്കാരാണ് എന്ന രീതിയിലേക്ക് വരുമായിരിക്കും. പക്ഷെ ഇതൊരു പൊതുസമൂഹത്തിലേക്ക് ഒബാമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ അത്തരത്തിൽ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു നല്ല നേതാവെന്ന് മാത്രമേ. ഒബാമയെ പറ്റി ചിന്തിക്കുമ്പോൾ ആർക്കും ഒരു നെഗറ്റിവിറ്റി പെട്ടെന്ന് പറയില്ല. അദ്ദേഹത്തിന്റെ ഒരു 10 ക്വാളിറ്റി ആയിരിക്കും പലരും മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഓരോ രാജ്യത്തും നമ്മളെ ഭരിച്ച ഓരോ നേതാക്കന്മാർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അവർ ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിലും ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എത്രത്തോളം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അയാളെ ഡീഗ്രേഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ കയറി ഇങ്ങനെ പറയില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ പറയും. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കയറി ആരും പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് നമ്മുടെ രാജ്യം ഭരിച്ച ഏതൊരാളെയാണെങ്കിലും, ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റിനെ ആണെങ്കിലും ആരും അത്ര വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദ്രൗപദി മുർമുവിനെ വംശീയമായിട്ട് എന്തോന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സോണിയാഗാന്ധി എന്തോന്ന് പരാമർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് ഒന്നടങ്കം എതിർക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു ജാതീയതയോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയോ ജെൻഡറിനെയോ അതിനെ ഒന്നും നമുക്ക് ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊടുത്തിട്ടുമില്ല. ആരും അതിനെ അങ്ങനെ പ്രയോഗിക്കുന്നതും കണ്ടിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരുടെ ഒരു പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അവരെ പറ്റി ബോഡി ഷെയിം ചെയ്യുന്നതോ അവരെ പറ്റി മോശം പറയുന്നതോ എന്നും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.